ആതിര +2 അനുവദിക്കാൻ സ്കൂൾ മാനേജ്മെന്റിൽ നിന്ന് 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് മുൻ മുസ്ലിം ലീഗ് നേതാവായ KM ഷാജിക്കെതിരായ വിജിലൻസ് കേസിലെ തുടർ നടപടികൾ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെയാണ് സർക്കാർ അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ അപ്പീലാണ് സുപ്രീം കോടതി ഇപ്പോൾ തള്ളിയിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ഹൈസ്കൂളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസ് അനാവശ്യമാണെന്നും ഇത് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് KM ഷാജി നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതി ഈ കേസ് റദ്ദാക്കിയത്. +2 അനുവദിക്കാനുള്ള നടപടികൾക്കായി സ്കൂൾ മാനേജറിൽ നിന്ന് 2014-2015 കാലഘട്ടത്തിൽ കൈക്കൂലിയായി 25 ലക്ഷം രൂപ വാങ്ങി എന്നായിരുന്നു ആരോപണം. ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ച് CPM-ന്റെ പ്രാദേശിക നേതാവായ പത്മനാഭൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നായിരുന്നു വിജിലൻസ് കേസെടുത്തത്. 2017-ൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി നിജസ്ഥിതി അന്വേഷിക്കാൻ വിജിലൻസ് SP-ക്ക് കൈമാറിയെങ്കിലും വസ്തുതകൾ ഇല്ല എന്ന് കണ്ട് തള്ളിയിരുന്നു എന്നായിരുന്നു ഷാജി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നത്. വിജിലൻസിന്റെ അഡീഷണൽ പ്രോസിക്യൂഷൻ ഡയറക്ടറിൽ നിന്ന് മറ്റൊരു നിയമോപദേശമാക്കി വിജിലൻസ് കേസെടുക്കുകയായിരുന്നു. എന്നാൽ KM ഷാജി കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന ആരോപണം FIR-ൽ ഇല്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. അത്തരത്തിൽ FIR-ൽ ആരോപണം ഇല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഈ കേസ് റദ്ദാക്കുന്നത്. പിന്നീട് സംസ്ഥാന സർക്കാർ ഈ ഹൈക്കോടതി വിധി തെറ്റാണ്, കാര്യങ്ങൾ കൃത്യമായി അവലോകനം നടത്താതെ അല്ലെങ്കിൽ കൃത്യമായി നിയമവശങ്ങൾ പരിശോധിക്കാതെയായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് എന്ന് ചൂണ്ടിക്കാണിച്ച് സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. അന്വേഷണത്തിലും ഈ ആരോപണത്തിന് അടിസ്ഥാനമായ വസ്തുക്കൾ കണ്ടെത്തിയില്ല എന്ന് ഷാജി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. അഴിമതി നിരോധന നിയമത്തിന്റെ 7(13)(1)D വകുപ്പുകൾ പ്രകാരം പൊതുസേവകൻ ഇത്തരത്തിൽ നേട്ടത്തിനായി ആവശ്യമുന്നയിക്കുകയും അല്ലെങ്കിൽ പണം സ്വീകരിക്കുകയും ചെയ്തു എന്ന ആരോപണം ഉണ്ടാകണം. എന്നാൽ അത്തരത്തിലുള്ള ഒരു ആരോപണവും തനിക്കെതിരെ ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു KM ഷാജി ഹൈക്കോടതിയെ അറിയിച്ചത്. ഇത് ഹൈക്കോടതി ശരിവെച്ചിരുന്നു. ഇതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി ഏതായാലും ഈ കേസ് സർക്കാരിന്റെ ഹർജി തള്ളിയിരിക്കുന്നു. അതായത് ഹൈക്കോടതിയുടെ ഉത്തരവ് ശരിവെച്ചിരിക്കുന്നു. ഹൈക്കോടതി ഈ കേസ് റദ്ദാക്കിയ ഉത്തരവ് ശരിവെച്ചാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായത്. സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ കോടതി തള്ളുകയാണ് ഉണ്ടായത്. ശരി, എന്തായാലും +2 കോഴക്കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. KM ഷാജിയുടെ കേസിലാണ് തിരിച്ചടി. ഹർജി തള്ളിയിരിക്കുന്നു. ഹൈക്കോടതി നടപടി ശരിവെച്ചാണ് സുപ്രീം കോടതിയുടെ നടപടി. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോഴക്കേസ് ഹൈക്കോടതി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതിയെ സർക്കാർ സമീപിച്ചത്. ആ കേസിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഷബന സിയാദ് തുടരുന്നുണ്ട്. ഷബന, ഇനി മുന്നോട്ടുള്ള നടപടികൾ എന്തായിരിക്കും? ഏതായാലും ഹൈക്കോടതിയുടെ ഉത്തരവ് അതായത് ഈ കേസ് റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി ഈ ഹർജി തള്ളുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി KM ഷാജിക്കെതിരെ വിജിലൻസുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോകാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. ഈ കേസിന്റെ ഒരു പശ്ചാത്തലം മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി ഷാജി കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നതായിരുന്നു ആരോപണം. +2 കോഴ്സ് അനുവദിക്കാൻ സ്കൂൾ മാനേജർ മുസ്ലിം ലീഗിന്റെ പുതപ്പാറ ശാഖാ സമിതിയെ സമീപിച്ചെന്നും സമിതി ഭാരവാഹികൾ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നുമായിരുന്നു അന്ന് പരാതി ഉയർന്നത്. 54 സാക്ഷികളുടെ മൊഴി മജിസ്ട്രേറ്റ് മുമ്പാകെ 4 സാക്ഷികളുടെ രഹസ്യമൊഴിയും ശേഖരിച്ചിട്ടുള്ള കേസാണിത് എന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. അതുപോലെ +2 കോഴ ലഭിക്കാൻ താനും മാനേജ്മെന്റും KM ഷാജിക്ക് പണം നൽകിയിട്ടില്ല എന്ന് സ്കൂൾ മാനേജർ മൊഴി നൽകിയിട്ടുണ്ട്. മാനേജ്മെന്റ് അല്ല, അധ്യാപികയാണ് പണം നൽകിയതെന്ന് പിന്നീട് പ്രോസിക്യൂഷൻ അറിയിച്ചെങ്കിലും അധ്യാപികയും ഇത് നിഷേധിച്ചു എന്നായിരുന്നു KM ഷാജി ഈ കോടതിയിൽ വാദം ഉന്നയിച്ചിരുന്നത്. മാനേജർ പണം നൽകിയതായി പരാതിക്കാരനടക്കം നേരിട്ട് അറിവില്ല. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സാക്ഷിമൊഴികൾ എന്നത് വ്യക്തമാണ്. സ്കൂളിന് 35 ലക്ഷം രൂപ അധിക വരുമാനം കാണിക്കുന്നതിൽ 25 ലക്ഷം ഹർജിക്കാരന് നൽകിയെന്ന് രേഖകളിൽ വ്യക്തമാണെന്ന് FIR-ൽ പറയുന്നുണ്ടെങ്കിലും അതിന് അടിസ്ഥാനമില്ല. അതോടൊപ്പം തന്നെ കോടതി നടപടികൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ ക്രിമിനൽ നടപടി ചട്ടപ്രകാരം FIR-ഓ അന്തിമ റിപ്പോർട്ടോ റദ്ദാക്കാൻ അധികാരമുണ്ട് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഹൈക്കോടതി അന്ന് ഈ കേസ് റദ്ദാക്കുമ്പോൾ ചൂണ്ടിക്കാണിച്ചിരുന്നത്. തുടർന്നാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് പരിശോധിക്കണം, അല്ലെങ്കിൽ KM ഷാജിക്കെതിരെയുള്ള കേസ് നിലനിൽക്കും, കൃത്യമായ തെളിവുണ്ട്, 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി എന്നതിന് തെളിവുണ്ട്, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത്, KM ഷാജിക്കെതിരെ നടപടി വേണം, ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത്. ഏതായാലും സുപ്രീം കോടതി ഇപ്പോൾ ഈ ഹർജി തള്ളിയിരിക്കുന്നു. +2 കോഴക്കേസിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുന്നത്.
ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. ഹൈക്കോടതി നടപടി സുപ്രീം കോടതി ശരിവെച്ചു എന്നുള്ളതുമാണ്. KM ഷാജിയുടെ കേസിലാണ് ഇത്തരത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നത്. ഷബ്ന സിയാദാണ് വിശദാംശങ്ങൾ നൽകിയത്.